നമ്മുടെ ടീമ പറ. കണ്ടടാ കണ്ട്. സത്യം പറയല്ല, ആദ്യത്തെ 2 ഗോള് മറ്റവന്മാർ അടിച്ചു കണ്ടപ്പോ ഞാൻ വിചാരിച്ച് അപ്പു രക്ഷപ്പെട്ട് പുറത്തു പോയെന്ന്. പോണ്ടേടാ ഇത്. കത്ത് നീ റൂട്ട് ആലോചിച്ച് നോക്ക്. ആദ്യം സുൽത്താൻ പുറത്തു പോയി, അത് കഴിഞ്ഞ് CR7 പുറത്തു പോയി, അത് കഴിഞ്ഞ് മെസ്സിക്ക പുറത്തു പോയി. കറക്റ്റ് റൂട്ടല്ലായിരുന്ന? അതാണ് സംഭവം. കള്ളക്കളിയാണ്, കള്ളക്കളി. കള്ളക്കളിയാണ്. തന്നെടാ, അല്ലാതെ എങ്ങനെയത് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റന്മാരെല്ലാം ഇവിടെ പടം എടുത്ത് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. ഇപ്പോഴും കോള് വന്നോണ്ടിരിക്കുക. ശരി, വിളിച്ച് സമാധാനിപ്പിക്കും. ചേട്ടാ, ഒളിച്ചിക്കാതിങ്ങി ഇറങ്ങി വാ. മെസ്സി ജയിച്ചേട്ടാ. കള്ളക്കളി കളിച്ച് ജയിച്ചിട്ട് നിനക്കൊക്കെ എന്റെ അടുത്ത് പറയാൻ നിനക്ക് നാണുണ്ടോ? നാണുണ്ടോ? അത് തോറ്റ കഴിഞ്ഞ ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നെന്ന് എനിക്കറിയാം. ചേട്ടനെന്തിനാ കരയുന്നേ? കള്ളക്കളി കളിച്ച് ജയിച്ച നിനക്കൊന്നും പറയാനുള്ള യോഗ്യതയില്ല. കള്ളക്കളിയൊന്നും അല്ല, കളിച്ച് ജയിച്ചതാ. ചേട്ടാ, ചേട്ടന് ജേഴ്സി അയച്ച് മാറ്റാൻ സമയമായിട്ടില്ലേ? ചേട്ടാ, ഈ ജേഴ്സി ചേട്ടന്റെ അളവിൽ ഞാൻ എടുത്ത് വെച്ചിട്ട് അതെടുത്തിട്ട് ഇനി നീ ഇവിടെ മിണ്ടിയ അർജന്റീന, വാമോസ് അർജന്റീന, വാമോസ് അർജന്റീന, വാമോസ് അർജന്റീന, വാമോസ്. മതി, സമ്മതിച്ചു പോരെ. രാത്രി മുതൽ ഇട്ടോണ്ടിരിക്കില്ലേ അത്? പോയി കുളിക്കാൻ നോക്ക്, ചെല്ല്. ചേട്ടാ, ചേട്ടനെ തയ്ച്ചു മാറ്റിയിട്ട് കുളിക്കാൻ നോക്ക്. തോറ്റേ. സിദ്ധു, അല്ല അത് കുഴപ്പമില്ല. അത് സമയമെടുത്ത് നോക്കി നല്ലോണം പ്ലാനൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി. ശരി. ആരായിരുന്നു മക്കളെ? സിദ്ധുവാ? സിദ്ധു ഇന്നലെ വിളിച്ചപ്പോഴത്തേക്കേ അവിടെ അളിയനായിട്ട് കടയെടുക്കുന്നതിനെ പറ്റി നല്ല ചർച്ചയിലായിരുന്നു. അതുകൊണ്ട് അധികം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മൂമ്മ, സിദ്ധു എൻ്റെ അടുത്ത് ചോദിച്ച് അവനിവിടെ നിൽക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലേന്ന്. എന്നിട്ട് മക്കളെന്താ ചോദിച്ചു? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ടെന്ന്. അല്ലെങ്കിൽ ഏത് ഭാര്യമാർക്കാണ് ഭർത്താവിനെ ഗൾഫിലിട്ടിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യം? പിന്നെ നമ്മുടെ അവസ്ഥ ഇതായിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തൽക്കാലം ഒരു 2 കൊല്ലം ഗൾഫിൽ പോയി പണിയൊക്കെ എടുത്തിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാന്ന്. തൽക്കാലം ഈ കടയെടുക്കുന്ന കാര്യവും ബിസിനസ് ചെയ്യുന്ന കാര്യമൊക്കെ അളിയനെ ഏൽപ്പിക്കാലോ. അതെന്തുകൊണ്ടൊരു നല്ല തീരുമാനമാണ്. ഇപ്പൊ എന്തായാലും അളിയ 2 വർഷം അവിടെ പോയി പണിയെടുത്ത് കഴിയുമ്പോൾ ഈ ബിസിനസ് തുടങ്ങാനുള്ള കാശ് അവിടെ നിന്ന് കിട്ടുമല്ലോ. டே கேசு, அது நீ சொன்னது ரொம்ப கரெக்டுடா. அப்படின்னா இப்ப இருக்கிற காசு தொட வேண்டாமே. இனி கல்ஃபில் போய் வேலை செஞ்சு கிடைக்கிற காசு ബിസിനസ്സിൽ പോടலாம். സിദ്ധു മോളോട് സിദ്ധു നാട്ടിൽ നിൽക്കുന്നതിന് താല്പര്യമില്ലയോ എന്ന് ചോദിച്ചപ്പോഴേ മക്കൾ ദേഷ്യപ്പെട്ടു വേറൊന്നും പറയാതിരുന്നത് എല്ലാം കൊണ്ടും നന്നായി. நான் ஒரு விஷயம் சொல்லட்டா? അതിന് ചോദിക്കണം എന്തിനാ ആന്റി? ഈ വീട്ടിൽ ആർക്ക് എന്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ആന്റി എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം. சித்து இவ்வளோ நாள் இங்கே தானே இருந்தான். லெச்சு, உன்னெல்லாம் விட்டு போகிறதுக்கு அவனுக்கு ரொம்ப கஷ்டமாக இருக்கும்ப்பா.
நீ அவன் கூட போறேன்னு சொன்னா அவனுக்கு நல்ல நிம்மதியா இருக்கும். ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധോളേന് അവിടെ സമാധാനം ഇല്ല. കൊച്ച അസ്ഥാനത്ത് ഒരു വൃത്തിയായിട്ട കോമഡി പറയാണ്ടല്ലോ. എന്റെ ടെൻഷൻ അതൊന്നുമല്ല. ഇനി അച്ഛനും മോനും ഈ കാര്യം സംസാരിച്ച് വഴക്കാവോന്നാണ് എന്റെ പേര്. ഏയ് അങ്ങനെ അളിയെ വായത്തോണ്ടൊന്നും വിളിച്ച് പറയത്തൊന്നുമില്ല ചാടി കയറി. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാല് കുഴപ്പമുള്ളത്തെ വെച്ചാൽ ആളൊരു കോമഡിയൊക്കെ ആണെങ്കിലും കാര്യമായ കാര്യമുള്ള സമയത്തെ പറയുള്ളൂ. അത് കൃത്യമായിരിക്കും. ലച്ചുമോളെ, കനകം പറഞ്ഞതിലും കാര്യമില്ലാതില്ല. മക്കളും കൂടെ അവൻ്റെ കൂടെ ചെല്ലുന്ന കാര്യം ഒന്ന് സംസാരിച്ച് നോക്കേ. ഒന്നുകൂടെ ഒന്ന് സംസാരിക്കേ. ചേച്ചി എപ്പോഴും പറയത്തില്ല ചേച്ചിക്ക് ഗൾഫിലോട്ട് പോണോന്ന്. ഇനിയിപ്പൊ ചേച്ചിയൊക്കെ വിട്ടുപോകാൻ സിദ്ധോളിന് ഭയങ്കര വിഷമം കാണും. ചേച്ചി അതുകൊണ്ട് ചേച്ചിയോടെ കൂടെ പോ. 115 ചേച്ചി. എല്ലാവർക്കും സിദ്ധോളേന്റെ വിഷമം മാത്രമാണല്ലോ ഉള്ളൂ. അപ്പൊ എന്റെ വിഷമമൊന്നും ആർക്കും യാതൊരു കുഴപ്പമൊന്നുമില്ല. എന്റെ കൊച്ച, ഞാൻ അവിടെ പോയി ഇനി ജീവിച്ചാൽ ശരിയൊന്നും ആവത്തില്ല. ഒന്നാമത്തെ ഞാൻ നിങ്ങളെയൊക്കെ കണ്ടാണ് വളർന്നത്. പിന്നെ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പോരായതിന് നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ഉഴിപ്പള്ളത്തെ അച്ഛനും അമ്മയും. ഞാൻ ഒന്നും പോകുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗൾഫിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് സിദ്ധുവിനെ ഇവിടെ സെറ്റിൽ ആവാലോ. അത് മതി. അത് ഞാൻ തന്നെ സിദ്ധുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. വരാം. പാവം ചേച്ചി, നമുക്ക് വേണ്ടി ചേച്ചി എന്തൊക്കെയാ സഹിക്കുന്നത്. அவளுக்கு எல்லார்ட்டையும் ரொம்ப பாசம்தான். நம்ம யாராவது வருத்தப்படுறது அவளுக்கு സഹിക്കവേ സഹിക്കാது. ചേച്ചി പാവം തന്നെ, എന്നെ പോലെ തന്നെ. ഒരു കണക്കിന് പറഞ്ഞാൽ എൻ്റെ അത്രയും വരുമില്ല. അത് വേറൊരു കാര്യം. ആ പോട്ട്. അയ്യോ, ഒന്ന് ഇറങ്ങി പോടാ. ഒന്ന് പോയേട്ടാ. അയ്യോ, ഇത് നമ്മുടെ ഇളവക്കര ഭാഗത്താണല്ലോ. രാമകൃഷ്ണൻ ഇളവക്കരയല്ലേ? ആ പാവം അറിഞ്ഞിട്ടുണ്ടാവില്ല. രാമകൃഷ്ണ വീട്ടിലുണ്ടാ? ആ, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. നീ ഇളവക്കര തന്നെയല്ലേ താമസം? എടാ, ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ കറണ്ട് ഉണ്ടാവില്ലെന്ന് പേപ്പറിലുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോ. അല്ലടാ, ഞാൻ പേപ്പർ ഇതാണ്. നമ്മളൊരു കാര്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് അത് മറ്റുള്ളവർക്ക് ഇഷ്ടാവില്ല. മനുഷ്യന്റെ ഒക്കെ ഒരു കാര്യം. പാറൂട്ടി, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച അച്ഛൻ പേപ്പർ വായിക്കരുന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. പാറൂട്ടിക്ക് അച്ഛനെ കാണുമ്പോൾ മാത്രമേ സ്നേഹമുള്ളൂ. ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പാറൂട്ടി കുഴപ്പമുള്ളത്ത വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ അച്ഛൻ അമ്മയും കാണാനായിട്ട്. എന്താ വരാത്തത്? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വരുന്നേ, എന്നെ ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോണ്ടേ? ഒച്ചൂടാ, കൊണ്ടുപോകാൻ ആളില്ലാണ്ടാണ് പാറൂട്ടി വരാത്തത്. ഒരു വാക്ക് പറഞ്ഞ അച്ഛൻ ഓടി വന്ന് കൊണ്ടുപോകില്ലേ പാറൂട്ടിനെ അങ്ങോട്ട്? ഞാനും വന്നു കഴിഞ്ഞാലേ ഭയങ്കര ചെലവാട്ടാ. അത്രക്ക് എക്സ്പെൻസീവ് ആണോ പാറൂട്ടി? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. പക്ഷെ മിഠായി അത് വളരെ കുറച്ച് മേടിച്ചു തരുമല്ലോ. ആ, ഒരു ദിവസം 15 മതി. 15 കുറുമ്പിയുള്ളടി. എന്താണ് അച്ഛനും മോളും കൂടെ ഒരു സംസാരം? ഒന്നുമില്ല. അതെ, പാറൂട്ടിനെ ഞങ്ങൾ കുഴിപ്പള്ളത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കുഴിപ്പള്ളത്ത് നിർത്തുന്നതിന്റെ പകുതി ചെലവ് പാറമട വീട്ടിൽ നിന്ന് കുഴിപ്പള്ളം വീട്ടിലേക്ക് അയച്ചു തരും. അത് കൊള്ളാലോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും പാറൂട്ടിനെ വേണ്ടേ? പാറുവിനാണെങ്കിൽ വേണ്ട. ആ, പാറുവിന് വേണ്ടെന്നല്ലേ ചോദിച്ചേ? വേണ്ട. സംഭവം ഫുള്ള് കേട്ടില്ല. കണ്ടാച്ചാ, നമ്മളിവിടെ സംസാരിച്ചത് മൊത്തം കേട്ടത് പോലുമില്ല. അച്ഛൻ പാറുവിനെ വേണ്ടേ എന്നൊരു ചോദ്യം മാത്രമേ ചോദിച്ചോളൂ. രണ്ടാമത് ചിന്തിക്കുക പോലും ചെയ്യാതെ ഇവൻ വേണ്ടെന്ന് പറയുകയും ചെയ്തു. അച്ഛാ, ചുമ്മാ പറയുന്നയാ. ഞാനെന്ന് പറഞ്ഞാലേ ചേച്ചിക്ക് ജീവനാ. ഞാൻ 2 ദിവസം അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാ ചേച്ചി പട്ടി മോങ്ങുന്ന പോലെ കിടന്ന് പോകും. ഓ, പിന്നെ മോങ്ങും. നീ ഇവിടുന്ന് പോയാൽ ആർക്കും സങ്കടം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് എനിക്ക്. ചേട്ടന് അങ്ങനൊന്നും പറയല്ലേ. ചേട്ടന് പകല് കുഴപ്പമില്ല, പക്ഷെ രാത്രി കിടന്ന് ഉറങ്ങാൻ ഞാൻ വേണ്ടേ? അയ്യോ, ഇയാളില്ലെങ്കിൽ നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങൂല്ലേ? എന്താ ഇവിടെ ഒരു സംസാരം? അല്ല പാറുവിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞതാ. അമ്മ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ആരെങ്കിലും എണ്ണ തിരക്കി വന്നാലേ
നമുക്ക് പറഞ്ഞുവിടാം. അതേ, കുഴിപ്പള്ളത്തെ വീട്ടിലെ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പാറുക്കുട്ടിയെ കുറേ നാൾ നമ്മളവിടെ കൊണ്ടു നിർത്തും. കുഴിപ്പളത്തെ വീട്ടില് പണിയാ? ആ മോളെ, നിനക്ക് അറിയത്തില്ലേ, ആ സൈഡിലത്തെ റൂമിലെ ടൈൽസ് മുഴുവൻ പൊട്ടിക്കിടക്കുക. ഇപ്പം മഴ പെയ്തപ്പോൾ അടുക്കള വശം മുഴുവൻ ചോർന്ന് ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാത്റൂമും ഒക്കെ ഒന്ന് പുതുക്കി പണിയണം, അല്ലേ ഏട്ടാ? അത് മാത്രമല്ല മോളെ, ആ മതിലിന്റെ സൈഡിൽ ഒരു പ്ലാവ് വെപ്പില്ലേ, അതിന്റെ വേരിറങ്ങി ആ മതിലും പൊളിഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിൽ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട് അവിടെ. പണികളൊക്കെ വേഗം തീർക്കണം. ആ അതാണ് ഏറ്റവും കഷ്ടപ്പാടുള്ള കേസ്. പണിക്കാരെ കിട്ടണ്ടേ? ഇതിപ്പം പണിക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഇടയ്ക്ക് വെച്ച് ലീവ് എടുത്ത് അവരുടെ പാട്ടിരങ്ങ് പോവും. നമ്മളൊരു 3 മാസം എസ്റ്റിമേറ്റ് ഇട്ട് ഈ പണി തീർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസം എടുക്കുന്നത് തീരെ. അത് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. അല്ല, അപ്പൊ വീട്ടില് മൊത്തം പൊടിയും പിന്നെ പൊളിക്കാനൊക്കെ പോവാണെങ്കിൽ താമസിക്കാൻ എന്ത് ചെയ്യും? അല്ല, ഇപ്പൊ അവള് പറഞ്ഞേക്കുന്നേ മംഗലാപുരത്തോട്ട് ചെന്ന് നിക്കാനാ. അതൊന്നും നടപടിയില്ലാത്ത കേസാണ് സീതേ. നമ്മൾ ഈ വീട് പണി തുടങ്ങി പണിക്കാരെ ഏൽപ്പിച്ചിട്ട് മംഗലാപുരത്ത് പോയി കിടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പണിക്കാരുടെ തോന്നിയാസോരിക്കുള്ളൂടാ. ഇതേപോലെ ചേച്ചി കേൾക്കണോട്ടാ, ഞാൻ കാഞ്ഞിര മറ്റം KCB-യിലായിരിക്കുമ്പോ ജനറേറ്റർ റൂമിന്റെ അറ്റകുറ്റപ്പണി. ഈ ഒന്ന് നിർത്തുവോ? കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു ജനറേറ്റർ. കാര്യത്തിലേക്ക് വരാം. ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത്, കുഴിപ്പള്ളം വീടിന്റെ പരിസരത്ത് ഒരു വാടക വീട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം, പണിക്കാരുടെ കാര്യങ്ങൾ എനിക്ക് നോക്കി നടത്തുകയും ചെയ്യാം. അയ്യോ ചേട്ടാ, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അവിടെ ഭാസ്കരൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ, അവിടെ 2 വാടക വീട് ഒഴിഞ്ഞിട്ടുണ്ടെന്ന്. അതൊന്ന് നമുക്ക് പോയി നോക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കത്തില്ലേ? പിന്നെ എത്രയും പെട്ടെന്ന് പോയി നോക്കണം. ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മളെ ഇവിടെ നിൽക്കാൻ സമയമില്ല, ഞങ്ങൾ പോവാന്ന് പറഞ്ഞത്. അപ്പൊ വാടക വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചാ? പിന്നെ പണി തുടങ്ങിയാൽ പിന്നെ മാറേണ്ടി വരില്ലേ? സീതേ, ഓ വരുന്നില്ലേ? ഇറങ്ങട്ടെ, സമയമായി. ഇറങ്ങുക. അതെ, നമ്മള് പോവാന്ന് പറഞ്ഞിട്ട് ഒരാളെയും കാണുന്നില്ല. ഇതാണ് ഈ വീട്ടിലെ കുഴപ്പം. ചില സമയത്ത് ഒരാളെയും കാണില്ല. ഇവിടെ വല്ല ചർച്ച നടക്കുവാണെങ്കിൽ എല്ലാവരും ഓടിക്കൂടും. ചർച്ചകളൊക്കെ എപ്പോഴും നല്ലതാണ്. എല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു പവർ ഉണ്ടാവും. എന്നാലും ഈ കേശുവിനോട് ഞാൻ ടാക്സി വിളിക്കാൻ പറയുമ്പോൾ എനിക്ക് വന്ന് അടുക്കളയിൽ എന്തോ കാര്യമായിട്ടുള്ള സംസാരം നടക്കുന്നുണ്ട്. ലച്ചുവേ, ഓ മോളെ ഇങ്ങ് വന്നേ. എന്താ? അല്ല, ഞങ്ങളങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അയ്യോ, നിങ്ങൾ ഇറങ്ങുവാന്നോ? ഓട്ടെ. അറേ, മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ കോൺട്രാക്ടർ ഉണ്ടല്ലോ, പുള്ളി അതിൻ്റെയൊക്കെ എസ്റ്റിമേറ്റ് ഒക്കെ ഇട്ടിട്ട് വിളിയാ. ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ, ചെന്നില്ലേ ശരിയാവൂല. നിങ്ങൾ വാടക വീട്ടിലോട്ട് മാറാൻ പോവാന്ന് പിള്ളേര് പറഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ചെറിയച്ഛൻ്റെ മകനുണ്ടേ, അവൻ്റെ വീട്ടിൽ താമസിക്കാന്നും പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കര ബഹളം. അതൊന്നും ശരിയാവൂല. അപ്പൊ ഞങ്ങളൊരു വാടക വീട്ടിലേക്കാണ് മാറാന്ന് തീരുമാനിച്ച്. ചെറിയച്ഛൻ? ഏത് ചെറിയച്ഛൻ? മോളെ, നിനക്ക് അറിയാം, നമ്മുടെ ആ റേഷൻ കടയുടെ അപ്പുറമുള്ള മോളെ റവന്യൂല് ജോലി ചെയ്യുന്നേ. അല്ല, അപ്പൊ ചേച്ചി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയുന്നില്ലയോ? അത് തന്നെ ചേച്ചി എപ്പോഴും പറയല്ല, കുഴപ്പമില്ലാത്ത ഒരു ഇല ആടിക്കഴിഞ്ഞാൽ ചേച്ചി അറിയാന്ന്. ഇപ്പൊ വീട് പൊളിക്കാൻ പോകുന്നു, അതും ചേച്ചി അറിഞ്ഞില്ലേ? അയ്യോ, പൊളിക്കാൻ പോണോ? അല്ല, പുതുക്കി പണിയാൻ പോകുന്നു, അതും ചേച്ചി അറിഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടല്ല മോളെ. മോളറിഞ്ഞു കഴിഞ്ഞാല് അത് സ്വാഭാവികമായിട്ട് സിദ്ധു അറിയും. അവൻ അറിഞ്ഞു കഴിഞ്ഞാല് ആ വീട് മൊത്തം പൊളിച്ചു കളഞ്ഞിട്ട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് അവൻ പുതിയൊരു വീട് പണിയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ചെറിയ മെയിൻ്റെനൻസ്, അത് ഞങ്ങൾ ചെയ്തോളാം, അത്രേ ഉള്ളൂ. நீங்க வாடகை வீட்டில எல்லாம் மாறுறேன்னு சொல்றீங்க, ஆனா இந்த வாடகை வீட்டில எல்லாம் மாறி அங்கெல்லாம் செட் ஆகிறதுக்குள்ள ரொம்ப டைம் ஆகும். അത് കനകാന്റി പറഞ്ഞാലും കാര്യമുണ്ട്. കാരണം പുതിയൊരു വീടുമായിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കുമല്ലോ. അത് മാത്രമല്ല, കുഴപ്പമുള്ള വീടിൻ്റെ തൊട്ടടുത്താണ് വാടക വീട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇടക്കിടയ്ക്ക് അവിടെ പോവും, എവിടെ പണി സൈറ്റിൽ പോയി പിന്നെ അവിടുത്തെ എന്തെങ്കിലും പണി ചെയ്യും. പിന്നെ നടുവോ കയ്യോ കാലോ വല്ല ഉളുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മളെല്ലാം കൂടെ പോയിരിക്കേണ്ടി വരും. വീട് പണിയുടെ കാര്യമൊക്കെ നോക്കി നടത്താനാണെങ്കിൽ അച്ഛൻ അതിനെ നേരിട്ടാകത്തുള്ളൂ. ഈ വീട് പണി ഏൽപ്പിക്കാൻ പോകുന്ന കോൺട്രാക്ടർ ഉണ്ടല്ലോ, ആളെ അച്ഛന് പരിചയമുള്ള ആളാ? വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, വീട് പണി കഴിയുന്നവരെ നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെ? അല്ല, അത് ശരിയായില്ലല്ലേ? ആ, എന്ത് ശരിയാവാത്തെ? ഇവിടെ കാലോ അത് വേണ്ട മോളെ, അത് ശരിയാവൂല.
അതിപ്പം വീട് പണി അവിടെ നടക്കുന്നതുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരാം. വേണ്ട മോനെ, ശരിയാവാത്തോണ്ടാ. சித்தோட அம்மா இங்க இருக்கும்போது ஒரு வேலையும் செய்ய வேண்டாம், எல்லாமே நான் செஞ்சு கொடுக்குறேன். ജനാർദ്ദന എന്ത് പറയുന്നു? ഏയ് അമ്മ, അത് ശരിയാവൂല. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഇപ്പോഴത്തെ ത്രില്ലിൽ ഇവിടെ നിൽക്കാനൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. അത് വേണ്ടത്. അശ്ശേ, എന്തോന്നൊക്കെയാ പറയുന്നത്? ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ട്, സന്തോഷമല്ലേ ഉള്ളൂ. അത് വേണ്ടത്. സീത ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, ഇറങ്ങട്ടെ, സമയം എത്രയായില്ലേ? മക്കളെ ഒന്ന് പിടിച്ചേ. എന്തേ കൊണ്ടുവന്നേ. ഇപ്പൊ വരാവേ. വന്നേ, മോളിങ്ങോട്ട് വന്നേ. എന്താ? അതെ, മോൾ നിക്ക്. എന്താ പറ. പിന്നെ ലച്ചു ഇവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണമേ ഇവിടുത്തെ പിള്ളേരുടെ കാര്യം നോക്കാനും പിന്നെ പടവലത്തെ കാര്യം നോക്കാനും പിന്നെ മറ്റുള്ളവരുടെ കാര്യം ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യം നോക്കാനായിട്ടാണ് അവളിവിടെ നിൽക്കുന്നത്. അത് അവളിവിടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അമ്മ, ഇതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ, അതുകൊണ്ടല്ലേ അവൾ അവിടെ വന്നാലും രണ്ടാം പൊക്കം ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ. അയ്യോ, അത് മോളുടെ വലിയ മനസ്സ്. ലച്ചുവേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴിപ്പള്ളത്തെ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാനിതൊന്നും കണ്ടതായിട്ടും കേട്ടതായിട്ടും ഭാവിക്കത്തില്ല. അമ്മ, അത് അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അവളെ വിളിച്ച് പറയാതിരിക്കുന്നേ. ഇപ്പൊ തന്നെ ഈ വീട് പുതുക്കി പണിയുന്നില്ലേ, ആ കാര്യം അച്ഛൻ പറയാതിരുന്ന അതുകൊണ്ടാ. ആ വേണ്ട, പതുങ്ങി പതുങ്ങി വന്നല്ലോ. എനിക്കിതാ പിടിക്കാത്തത്. എന്താ കാര്യം എന്നറിയാവോ? ഇതിപ്പം നമ്മളിവിടെ എന്തോ സംസാരിക്കുന്നതെന്ന് അവക്കൊന്ന് അറിയണം. അതിനാ അവള് പതുങ്ങി പതുങ്ങി വന്നത്. ഞാൻ അറിയാൻ പറ്റിയ കാര്യം നിങ്ങൾ സംസാരിക്കുന്നതിന് എനിക്കറിയാം. അയ്യടാ, വലിയ വർത്താനം പറയാൻ നോക്കിയവള്. അയ്യോ, സീത കേട്ടിട്ടില്ലല്ലോ അവള് വർത്താനം പറഞ്ഞെന്നും. ഒന്ന് കേക്കണം, അന്തം വിട്ടു പോവും. അത് ഈ ബാർമണ സ്കൂളിൽ നിന്ന് പഠിച്ചല്ലേ. എന്റെ ദൈവമേ. പാറു, നീ അപ്പുറത്ത് പോയേ. പോയേക്കാവേ. ചില നേരത്തെ വർത്താനേ വലിയ ആൾക്കാർ സംസാരിക്കുന്ന പോലെ. ആളെവിടത്തെയാ? ഈ കുടുംബത്തിൽ തന്നെയല്ലേ? ആഹാ, വാല എടുത്തത് വന്നല്ലോ. அப்படின்னா நான் போறேன். അയ്യോ, നീ എവിടെ പോന്നു? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല. എന്നാ പിന്നെ പറയാൻ വന്ന കാര്യം പറ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് എനിക്ക് ഈ ലച്ചുവിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ല. അതിന് ഞാൻ എന്ത് ചെയ്ത്? லெச்சு வந்து அம்மாவை நியந்திரிப்பாங்க. അതുകൊണ്ട് നിങ്ങളുടെ വീട് പണി കഴിയുന്നത് വരെ നിങ്ങൾ ഇവിടെ നിൽക്ക്. വാടകയ്ക്ക് വീടൊന്നും എടുത്ത് പോകണ്ട. അയ്യോ, അത് ശരിയാവത്തില്ല. അച്ഛൻ ചിലപ്പോ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അച്ഛന്റെ കാര്യമല്ലേ, അച്ഛനെ ഞാൻ പറഞ്ഞു സമ്മതിച്ചു. അല്ല, സിദ്ധുവിനോട് നമ്മൾ ഇതൊന്നും വിളിച്ച് പറയാതെ എങ്ങനെ എടുത്ത് തരും? അയാളോട് പോകാൻ പറയുന്നു. അല്ല, അച്ഛനും അമ്മയും ഒരു തീരുമാനം എടുത്തതിനാ സിദ്ധു പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകത്തില്ലല്ലോ. അതെ, എന്നാലും എന്നാലും ഒന്നുമില്ല. ആലോചിച്ചിരിക്കാനേ പറ്റൂ. சித்தோட அம்மா, சித்து ஒன்றும் சொல்ல மாட்டான். நீங்க இங்க இருக்கிறதா சொன்னா சித்துக்கு ரொம்ப சந்தோஷமாகும். இந்த பாருங்க, இந்த மாதிரி சூழ்நிலையில தானே நம்ம ரிலேட்டிவ்ஸ் எல்லாம் உதவி செய்யணும். മോളിങ്ങോട്ടൊന്ന് വന്നേ, ഞാൻ ഒരു വിവരം പറയട്ടെ. ഒരു മിനിറ്റ്, അമ്മൂമ്മ എങ്ങനെയാ നീ പോക്കോ, അമ്മ എനിക്ക് സംസാരിക്കാം. ഓ, എന്നാ നിക്കുന്നു, ഞങ്ങള് പോവാ. നമ്മളെ ഞാൻ മേടാരാ? അതപ്പോ അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഞാൻ നിങ്ങളുടെ കുഴിപ്പള്ളത്ത് ആരാന്ന് നിനക്ക് അറിഞ്ഞൂടെ ആരാന്ന്? എന്നാലും അമ്മ ഒന്ന് പറ. ആ, എന്റെ മോളെ കെട്ടിയ ഉച്ച. അല്ലെ, എന്റെ മോൻ കല്യാണം കഴിച്ചോണ്ട് വന്നല്ലേ തന്നെ? ആണല്ലോ. അതെ, മോൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണല്ലോ. അതെ. അപ്പോ ഈ വീട് പുതുക്കി പണിയുന്ന കാര്യം അച്ഛനും അമ്മയും എൻ്റെ അടുത്തും കൂടെ ഒന്ന് പറയണ്ടേ? ഞാനൊന്ന് അറിയണ്ടേ? ഞാനൊന്ന് അറിയണെങ്കിലേ വല്ലപ്പോഴും വിളിക്കുകയോ അല്ലെ അങ്ങോട്ട് വരികയോ ചെയ്യണം. ഒരു 4 ദിവസം വരാതെയും വിളിക്കാതെ ഇരുന്നതിനാണോ ഈ കിടന്ന് പറയുന്നത്? പിന്നെ അഥവാ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹലോ അമ്മേ സുഖാണോ, അവിടെ എന്തുണ്ട് വിശേഷം, ഇവിടെ സുഖാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നത് നിന്നോട് ഞാൻ എന്ത് വിശേഷം പറയാനാ? അതും ശരിയാ. അതെ. പക്ഷെ സംഭവം എന്താണെന്നറിയോ, ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്ന ബിൽഡപ്പ് ഉണ്ടല്ലോ, ഇതൊന്നും അല്ല. ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് കുഴിപ്പളത്തുള്ള ആൾക്കാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എന്ത് തീരുമാനിച്ചാൽ അത് ആദ്യം പറയുന്നത് ലച്ചുവിന്റെ അടുത്ത് നിന്നാണെന്നാണ് ഞാൻ പറഞ്ഞത്. എപ്പോ അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് മൊത്തം പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞാ? നീ കൂടെ മുഴുവൻ പൊളിയും.
ആ ശരി എന്നാ. യേശു ഓ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാല് മൊത്തത്തിൽ ടെൻഷനായിരിക്കുള്ളൂ. ഈ മെറ്റീരിയലിന്റെ കാര്യത്തിലും പണിയുടെ കാര്യത്തിലൊക്കെ ചില കോൺട്രാക്ടർമാർ നമ്മളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തിലൊക്കെ പറ്റിച്ചാലും ഇലക്ട്രിക്കൽ വർക്കിന്റെ കാര്യത്തിൽ ഒരു പറ്റിക്കലും നടക്കൂല. കാരണം അച്ഛൻ ഇലക്ട്രിസിറ്റിയിൽ അഗ്രഗണ്യനാണല്ലോ. ആ എന്തോ കേശു അച്ഛൻ പറയുന്നത്? കുഴിപ്പള്ളത്തെ ഇലക്ട്രിസിറ്റി വർക്ക് മൊത്തം അച്ഛൻ ചെയ്തോളാന്ന്. കാരണം കുഴിപ്പള്ളത്തെ അച്ഛൻ ഇലക്ട്രിസിറ്റിയിൽ അഗ്രികണ്യനാണല്ലോ എന്ന് പറയുന്നു. നിനക്കൊരു കാര്യം കേൾക്കണോ കേശു? ഈ ലോകത്തിലെ എല്ലാ കാര്യത്തെ പറ്റിയിട്ടും അച്ഛന് നന്നായിട്ട് അറിയാം. അതെ, കറക്റ്റ്. ഒരു കാര്യം മാത്രം ഒഴിച്ച്, ഇലക്ട്രിസിറ്റി. സീതേ, അതെ, അമ്മ അടുക്കളയിൽ വെച്ച് പറയുന്ന വല്ലതും കേട്ടായിരുന്നോ? നിങ്ങൾ അടുക്കളയിൽ നിന്ന് പറയണത് ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കണം എങ്ങനെയാണ്? അല്ല, നമ്മുടെ വീടിന്റെ പണി കഴിയുന്നവരെ വാടക വീട്ടിലൊന്നും നിൽക്കണ്ട, ഇവിടെ തന്നെ അങ്ങ് നിന്നോളാൻ പറയായിരുന്നു അമ്മ. അതമ്മ നിർബന്ധം പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? നീ പോടി. അതല്ലമ്മ, അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അത് ഞാനും അമ്മയോട് പറഞ്ഞു കേട്ടാ. ഇനിയിപ്പൊ നിങ്ങക്ക് അത്രയ്ക്ക് താല്പര്യമില്ലെങ്കിൽ നിക്കണ്ട, പറയാവുന്നതിന്റെ മാക്സിമം ഞങ്ങള് പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മൂമ്മ ഇനി നിർബന്ധിക്കൊന്നും വേണ്ട, അവര് പോക്കോട്ടെ. അതെ, നിനക്ക് താല്പര്യമില്ല, നീ അതങ്ങ് പറഞ്ഞാ മതി. എന്തോന്നും ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതാണ് പ്രശ്നം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, പോരെ. லெச்சுக்கு ரொம்ப வருத்தம் ஆயிடுச்சு. പക്ഷേ ഇത് പ്രശ്നം അതല്ല. ആമ്പടിച്ച ചേച്ചി ഇവിടെ ഇതിനു വേണ്ടി തീരുമാനം നമ്മളൊക്കെ എടുത്തിട്ട് ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് എനിക്കൊരു സങ്കടം. പ്രത്യേകിച്ച് കുഴിപ്പള്ളം വീട് പൊളിച്ച് വേറെ പണിയാൻ പോണെന്ന് അറിഞ്ഞിട്ടും ചേച്ചി അറിഞ്ഞില്ലല്ലോ. ഹൈ 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 ഹൈ. യേശു, എന്തിനാണ് അവളിങ്ങനെ കളിയാക്കണത്? സോറി, തമാശക്ക് പറഞ്ഞ. நீங்க இனி இங்க நிக்கலன்னா அவளுக்கு ரொம்ப வருத்தமாகும். ഇതൊക്കെ അവളുടെ പറഞ്ഞ നമ്പറല്ലേ? എവിടെ എങ്ങനെ നിക്കണം എന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അത് ന്യായം. യേശു, മതിയാക്കടാ. അത് ന്യായം. അച്ഛനെ നമ്മൾ ലജ്ജയെ പറ്റി പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതെ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവളെന്റെ മോളാണ്. நம்ம லெச்சு சூப்பர் தானே. എന്നെ സോപ്പിടാൻ വേണ്ടി സംസാരിക്കുന്നെങ്കിൽ എനിക്കത് കേക്കണ്ട. എനിക്കറിയാം ഞാൻ എന്താണെന്ന്. എന്തൊരു ശബ്ദം എന്റെ ലച്ചു. ഓ, അയ്യോ, ഇതൊക്കെ എന്ത് സൗണ്ട്? ചേച്ചി ശരിക്കും സൗണ്ട് എടുത്തോണ്ടല്ല, അങ്ങ് വാക്കാല ജംഗ്ഷൻ വരെ കേക്കും. ചേട്ടാ, അങ്ങനൊന്നും പറയല്ലേ, ചേച്ചിയുടെ ഇമേജ് ഒക്കെ അങ്ങ് പോവും. അമ്മ എന്നെ നോക്കി പേടിപ്പിക്കുന്നു. அம்மா, இந்த விஷயத்துல நீங்க ஒரு தீர்மானத்தை சொல்லுங்கம்மா. എന്ത് തീരുമാനിക്കാൻ? വീട് പണി കഴിയുന്നത് വരെ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു, വാടക വീട്ടിലോട്ട് പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പടവലത്തോട്ടും പോവാം. എന്താ ഇപ്പൊ ചെയ്യണ്ട ഏട്ടാ? ഞാൻ എന്ത് പറയാൻ, നീയല്ലേ തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോ എന്ത് പറയാനാ? രണ്ടുപേർക്കും ഒന്നും പറയാനില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അതങ്ങ് ചെയ്താ മതി. എന്ത്? വീട് പണി കഴിയുന്നവരെ രണ്ടുപേരും ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്ന് നമുക്ക് വീട് പണി അങ്ങ് തീർക്കാം. അത് പറയാൻ നീ ആരാ? ഞാൻ ലച്ചു, സീതയുടെയും ജനാർദ്ദന്റെയും മരുമോള്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കിയാ മതി. തൽക്കാലം മരുമോള് പറയും, അമ്മായിയമ്മ അനുസരിക്കും. എന്തുവാ? എന്താ ഞങ്ങളിവിടെ നിൽക്കുന്ന ലാസ്റ്റ് ബുദ്ധിമുട്ടാവോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് മാറ്റി പറയരുത് പിന്നെ. അതപ്പം നോക്കാം. എന്നാ